കണ്ണീരായിട്ട് മാറുക, തേനൊരി എന്തായി തേങ്ങലായിട്ട് മാറി, തേനൊരി തേങ്ങലായിട്ട് മാറി. പിന്നെ അവരെല്ലാവരും ചേർന്ന് ആ കാലന്തി നദീ തീരത്ത് ഇരുന്നു കൊണ്ട് ഒരു പാട്ടുപാടി. ആ പാട്ട് പ്രസിദ്ധം, ഗോപികാഗീതം എന്ന പേരിൽ പ്രസിദ്ധം. ഏതാനും അധ്യായ ശ്ലോകങ്ങളിലെ ദ്വിതീയാക്ഷര പ്രാസം എന്ന് പറയും. മലയാള കവിയുടെ പഴയ കാലത്തൊക്കെ നിർബന്ധമായിരുന്നു, മലയാളത്തിലെ സംസ്കൃതത്തിലെ നിർബന്ധമില്ല. എന്നാലും ഇവിടെ ചില ശ്ലോകങ്ങളിലൊക്കെ എന്താ രണ്ടാമത്തെ അക്ഷരം എല്ലാ ശ്ലോകങ്ങളും ഒരുപോലെ ഇരിക്കുക. സജാതീയ ദ്വിതീയാക്ഷര പ്രാസം എന്നൊക്കെ പറയും. ഏതാനും ശ്ലോകങ്ങളിൽ ഉണ്ടെന്നാണ്. എന്താ ഈ അധ്യായത്തിന്റെ പ്രത്യേകത? സംഗീതം, സാഹിത്യം, അലങ്കാരം, പുഷ്പം എല്ലാം യോജിച്ചുകൊണ്ടുള്ള ഒരേ ഒരു അധ്യായം ഇതേ ഉള്ളൂ. അയ്യപ്പസ്വാമിക്ക് ഉറങ്ങണമെങ്കിൽ ഇതേ രാഗത്തുള്ള പുഷ്പത്തിലുള്ള പത്തിങ്ങ കേട്ടാലേ ഉറങ്ങാൻ പറ്റൂ. കളമൃദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരി വാജിവാഹനം ഹരിഹരാത്മജം ദേവമാശയെ യദനുഭാതി സൂര്യന്തുതാരകം യദുപവർണ്ണനേ മുഹുകദാശുരേ യദിഹനേരിനെത്യാപ്യതേ ബുധൈ പരമഭാമര ഭാവരാമഹേ. ഗോപികമാർക്ക് പരമസമ്മതനായ ശ്രീകൃഷ്ണ ഭഗവാന് പരമസമ്മതങ്ങളായ ഗോപികമാര് സമ്മത എന്നു പേരുള്ള പുസ്തകത്തിൽ പാർശ്വഭാവി ഭഗവാനെ സന്തോഷിപ്പിക്കുന്നു. ഭാഗവതത്തിലെ ഭഗവാനെ അന്വേഷിച്ചു പോകുന്ന രംഗം. നാരായണത്തിൽ അങ്ങനെയല്ല. ഭഗവാനെ കണ്ടതിന് ശേഷം ഗോപികമാരുടെ ആഹ്ലാദ പ്രകടനം. തവവിലോകനാൽ ഗോപികാരന പ്രമദസങ്കുര സംഘരേക്ഷണ എന്ന് തുടങ്ങി ഇതികിലാധികം മോദനേ ദുരൈവധൂരനെ സാഗമാരമൻ കലിത കൗതുകോരാസഖേദനെ ഗുരുപുരീപദേ പാഹിമാം ഗദൽ ഗുരുപുരീപദേ പാഹിമാം ഗദൽ ഗുരുപുരീപദേ പാഹിമാം ഗദൽ. സമ്മതമായിരുന്നു പേരുള്ള പുസ്തകം. ഇതേ വിവാഹം അല്ലെങ്കിൽ കച്ചവടമുള്ളപ്പോൾ ചോദിക്കില്ലേ സമ്മതമാണോ? അത് തന്നെ ഇവിടെ. നമ്മളല്ലെങ്കിൽ തന്നെ നല്ലവരാന്ന് നമ്മൾ ഒന്നാം ദിവസം പറഞ്ഞില്ലേ. മനുവിന്റെ വംശത്തിലുള്ളവർക്ക് പരമസമ്മത, നമ്മളൊക്കെ നല്ലവരാണ് എന്ന് വേദവ്യാസം കരുതി. ഏതായാലും സകലബിന്ദുമേ സമ്മതം സഹേ. അതിന്റെ ഉദാഹരണം അങ്ങനെയാ. സകലബിന്ദുമേ സമ്മതം സഹേ. സമ്മതാവത്തിന്റെ ലക്ഷണം നരകലംഘവും സമ്മതാഭിതം. ആ ഗണം തിരിക്കാന്നൊക്കെ പറയും മലയാളത്തിലെ വൃത്തശാസ്ത്രത്തില്. ഏതായാലും ഗോപികമാരെ ഭഗവാനെ പാട്ടുപാടി എന്തോട്ടു ജയതി ജയതി എന്നും പറയും. സത്യമേവ ജയത്തെ. ഇവിടെ ജയതി പരസ്നേപദം ആത്മനേപദം എന്നൊക്കെ സംസ്കൃതത്തില്. ഏതായാലും ഭഗവാൻ വൃന്ദാവനത്തിൽ വന്നപ്പോ മഹാലക്ഷ്മിയുടെ കടാക്ഷം. ഇന്ദിര അമ്പാടിയായപ്പോഴോ രമ, രണ്ടും മഹാലക്ഷ്മിയുടെ പേരാ. എവിടെയൊക്കെ ഭഗവാൻ കാല് വെച്ചോ അതൊക്കെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള സ്ഥലം. ഏതെല്ലാം തരത്തിലെ കംസൻ അസുരന്മാരെ പറഞ്ഞയച്ചു അന്നൊക്കെ രക്ഷിച്ചത് ഭഗവാനല്ലേ എന്ന്. പിന്നെ ഭക്തി ഉണ്ടെന്ന് അറിവ് തോന്നാൻ കാരണം എന്താ? നാലാമത്തെ ശ്ലോകത്തിലാണ്. എന്താ? നഖഗോപികാനന്ദനോ ഭവൻ അഖിലദേഹിനാം അന്തരാത്മത് വിഘനസാർത്ഥിതോ വിശ്വമുക്തയേ സഹ ദേവൻ സാത്വതാങ്കുലേ. ഭൂമിതൻ ഭാരം കളവതീനായിട്ടു ഭൂമിയിൽ വന്നു പിറന്ന കൃഷ്ണാകരി. ബ്രഹ്മദേവന്റെ വാക്കനുസരിച്ച് ഭൂമിയിലേക്ക് വന്നിട്ട് ഞങ്ങൾ സാധാരണക്കാർ പറയുന്നത് ദേവകീ വസുദേവരുടെ പുത്രനാണ്, യശോദാന്തോവരുടെ പുത്രനാണ്. ഭൂരിഭാഗം വന്നിട്ടില്ല. എന്താ പറഞ്ഞവര്? അഖിലദേഹിനാം അന്തരാത്മത് പരമാണു പൊരുടീലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നേ നിത്യം. അപ്പൊ ഞങ്ങളുടെ ആഗ്രഹം എന്താ? ഞങ്ങളുടെ മുമ്പിൽ വരണേ. മധുരേഖ്യമധുരയാകിരാവൽക്കുവാക്യയാബുധമനോന്മയ പുഷ്കരേക്ഷണ ചന്ദ്രസമാനാമുഖവും കടാക്ഷവും മന്ദസ്മിതങ്ങളും മഞ്ജുവാക്യങ്ങളും എങ്ങനെ ഞങ്ങൾ മറക്കുന്നു മാധവ. മംഗളാഗാത്ര മധുരിവോ സുന്ദര മധുരയാകിര. തവ കഥാമൃതം തത്വജീവനം കവിപീഡിതം കർണഷാവകം ശമണമംഗളം ശ്രീമദാഹൃതം ഭുവി നന്ദിരേ ഭൂരിദാജന. നമ്മൾ പറഞ്ഞു വേദവ്യാസം കക്ഷി ശ്രീമദ് ഭാഗവതം രചിച്ചു. കുഞ്ചൻ നമ്പ്യാര് ശ്രീകൃഷ്ണ കർണാമൃതം രചിച്ചു. എന്താ? ചെറുശ്ശേരി നമ്പൂതിരി ശ്രീകൃഷ്ണഗാഥ അറിയാം. ശ്രീകൃഷ്ണഗാഥയെ പാടി പുകഴ്ത്തിയ ചെറുശ്ശേരി ഉണ്ടായിരുന്നു
നേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം രചിച്ചു ഇല്ലേ? കുന്താനന്ദ നമ്പൂതിരി ജ്ഞാനപ്പാന് രചിച്ചു ഇല്ലേ? തുഞ്ചത്തെഴുത്തച്ഛൻ മഹാഭാരതം കളിപ്പാട്ട് മഹാഭാരതം കളിപ്പാട്ട് ഹരിരാമകൃഷ്ണൻ രചിച്ചു. എന്താത്? ശ്രവണമംഗളം ശ്രീമദാതം. ഭഗവാന്റെ കഥകള് നാമങ്ങള് ജപിക്കുക, കേൾക്കുക, മനസ്സിൽ വിചാരിക്കുക, എല്ലാ മംഗളങ്ങളും ലഭിക്കും. ഗോപികുമാരാ പറയുക, വേദവ്യാസാ പറയുക, തപകഥ അമൃതം. ഒരു സിനിമ കണ്ട 8-10 പ്രാവശ്യം കണ്ടു മതി. രാമായണം എന്നോ എഴുതി, ഭാഗവതം എന്നോ എഴുതി. ഇപ്പോൾ നമ്മൾ സന്തോഷത്തെ വായിക്കുന്നില്ലേ, കേൾക്കുന്നില്ലേ? നോക്കൂ, അവരുടെ ഭക്തിക്ക് ഉദാഹരണം വീണ്ടും പറയുന്നു. എന്താണ്? അങ്ങ് കാട്ടിക്കൂടെ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ കാലിലും ഉള്ളുകൊള്ളുവോ കറ്റുകൊള്ളുവോ ചടസിയൻ പശുൻ നളിന സുന്ദരം നാഥദേവതം ശിരതിനാങ്കുരൈ സീതീന കല്ലതമ്മനക്കാന്തകക്ഷരി. നോക്കൂ, ഭഗവാനോടുള്ള സ്നേഹം, ഭഗവാനോടുള്ള ബഹുമാനം അത് കാണിച്ചു. അങ്ങയുടെ കാലിൽ കല്ലുകൊള്ളരുത്, അങ്ങയുടെ കാലിൽ മുള്ളുകൊള്ളരുത്. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഭഗവാന്റെ വരവ് അവര് ആഗ്രഹിച്ചു. ഭഗവാൻ വിചാരിച്ചു, എത്രയോ ആത്മാർത്ഥതയോടുകൂടി എന്നെ അവർ വിചാരിക്കുന്നു, ചിന്തിക്കുന്നു, പാടിപ്പുകഴ്ത്തുന്നു. ഇനി അവരെ കരയിക്കുന്നത് ശരിയല്ല, അവരുടെ തിരച്ചില കരച്ചിലായി മാറാൻ ഭാവിച്ചപ്പോൾ അടുത്ത അധ്യായം താസാമാവിരഭുൽശൗരി സ്മയമാനമുഖാംബുര പീലാംബരധരസ്രഗ്വി സാക്ഷാൽ മന്മഥ മന്മഥ. നാരായണീയ ഭാഗത്തിൽ എങ്ങനെയാ? ജഗത്രയീ മോഹനമോഹനാത്മാ ത്വം പ്രാദുരാസീതൈ മന്ദഹാസി. ഗുരുവായൂരപ്പ അങ്ങ് പുതിയൊരു അവതാരം സ്വീകരിച്ചു. ജഗത്രയീ, സ്വർഗം ഭൂമി പാതാളം 3 ലോകങ്ങളിലെ വെച്ചൊക്കെ ഏറ്റവും സൗന്ദര്യം അങ്ങേക്കാ. ജഗത്രയീ, ഇവിടെ മന്മഥ മന്മഥ അതിന് പകരാണ് എന്താ? ജഗത്രയീ മോഹനമോഹനാത്മ. അതേ അർത്ഥ കാമദേവന്മാരുടെ വെച്ച കാമദേവൻ ഗുരുവായൂരപ്പൻ തന്നെ. സർവ സൗന്ദര്യ സംഗ്രഹം ഗുരുവായൂരപ്പൻ തന്നെ. ആ മഞ്ഞപ്പട്ടൊക്കെ ധരിച്ച് എല്ലാവർക്കും കണ്ണ് സന്തോഷം നൽകുന്ന രൂപത്തിൽ ഭഗവാൻ അവിടെ ആവിർഭവിച്ചു. എല്ലാവർക്കും സന്തോഷമായി. പിന്നെ വ്യത്യസ്ത വസ്ത്രാഭരണം അവരെങ്ങനെയാണല്ലോ ഭഗവാന്റെ ഓടക്കുൾനാഥം കേട്ടപ്പോൾ വസ്ത്രങ്ങൾ തെറ്റായ രീതിയിൽ ധരിച്ചുകൊണ്ട് ആഭരണങ്ങൾ തെറ്റായ രീതിയിൽ അണിഞ്ഞുകൊണ്ടാവുന്നത് ആ കാൽത്തിപ്പുഴയിൽ നോക്കൂ. അപ്പൊ കണ്ണാടി നോക്കുന്ന പ്രതീതി അക്ഷസ്വടിക സംഘാസനം അവരെ നേരാവണ്ണം എന്താ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു, ആഭരണങ്ങളെ ധരിച്ചു. പിന്നെ ഭഗവാൻ പറയുന്നുണ്ട് സ്നേഹത്തിൻ്റെ ഒരു 3 ഭാവങ്ങൾ ഇവിടെ. ഏതാണ്? നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു, ഇങ്ങോട്ട് സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു പക്ഷം അങ്ങോട്ട് സ്നേഹിക്കുന്നു, ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നു. കഴിയാത്ത അതാ കൂടുതൽ. അങ്ങോട്ട് എത്ര സഹായം ചെയ്ത് ഇങ്ങോട്ട് ഉപദ്രവിക്കുക. പിന്നെ 3 പേര് അങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലേ ഇങ്ങോട്ട് സ്നേഹിക്കുന്ന 3 പേരേ ഉള്ളൂ. അച്ഛനമ്മ അധ്യാപകൻ. അസൂയ ഇല്ലാത്തത് ലോകത്ത് 3 പേരേ ഉള്ളൂ. അച്ഛനമ്മ അധ്യാപകൻ. ആ സ്നേഹത്തിൻ്റെ 3 വഴി ഇവിടെ ഭഗവാൻ കാണിച്ചു. പിന്നെ ഇവിടെ പറയുന്നു